വീട്ടിലാണെങ്കിൽ അമ്മ ഇപ്പോഴും അടുപ്പിൽ തന്നെയുണ്ട് ചോറ് വെക്കുന്നത്. ചോറും മീൻകറിയൊക്കെ അതിലായിരുന്നു. മീൻകറി ഇപ്പോൾ നൈസായിട്ട് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ചോറും ഗ്യാസിൽ വയ്ക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഇതുള്ളതാണ്. എന്നോട് അങ്ങനെ അടുപ്പ് കത്തിക്കാൻ പറഞ്ഞാൽ കുറേ മണ്ണെണ്ണയൊക്കെ വാരി ഒഴിച്ചാണ് ഞാൻ കത്തിക്കുന്നത്. പക്ഷേ അമ്മ ഇത് സിമ്പിളായിട്ട് ചെയ്യും. ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വീട്ടിൽ കുറച്ച് ചീര തനിയെ പൊടിച്ച് വന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ഇലക്കറി കൂടെ ചേർത്ത് തോരൻ വയ്ക്കാം. ഞാനുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും അരിഞ്ഞും കൊടുത്തും തേങ്ങയൊക്കെ തിരുവിയൊക്കെ കൊടുക്കും. അപ്പോൾ അമ്മയ്ക്കത് വയ്ക്കാൻ പാടല്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് നമ്മൾ വെച്ചാൽ കിട്ടൂലല്ലോ. അമ്മ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അതിന് മുതിരാറുള്ളൂ. അപ്പോൾ നേരത്തെ ചീരയും കുറച്ച് മുരിങ്ങയിലയും കൊണ്ടിട്ട് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം മത്തങ്ങ എരിശ്ശേരി. അമ്മ അതിന് ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് കടുവറുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. മുമ്പും ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ തുടയ്ക്കുക തൂക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ മുടിയൊക്കെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് താളി പറിച്ചെടുക്കുന്നുണ്ട്. ചെമ്പരത്തി താളിയും പിന്നെ ഈ ഒരു ഇല നിങ്ങൾക്കറിയാമോ, പടവട്ടത്താളി എന്ന് ഇവിടെ പറയും. നല്ല പതയാണ് കേട്ടോ. താരനൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഇല നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.